പുതുതായല്ല. ഇക്കാര്യത്തിലെല്ലാം തന്നെ ഞങ്ങൾക്ക് സുനിശ്ചിതമായ ഒരു നിലപാടുണ്ട്. അത് ഇപ്പോഴുണ്ടായതോ തിരുത്തിച്ചോ എന്ന ചോദ്യമൊക്കെ അപ്രസക്തമാണ്. UAPA രാജ്യത്ത് എങ്ങനെയാണ് പ്രയോഗിക്കേണ്ടതെന്നും UAPAക്ക് സമാനമായ നിയമങ്ങൾ ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് വ്യക്തമായ നിലപാടുണ്ട് എന്നതിൽ റഹീമിനോട് യോജിക്കാം. പക്ഷേ നിങ്ങൾ ഒരു സർക്കാരിന് നേതൃത്വം കൊടുക്കുമ്പോൾ ആ സർക്കാരിൻ്റെ പ്രവർത്തന രീതി അതിനോട് പൊരുത്തപ്പെടാതെ പോയി എന്നത് നമ്മുടെ മുന്നിൽ ഇപ്പോഴുള്ള യാഥാർത്ഥ്യമാണ്. പലപ്പോഴും പോലീസിന്റെ പ്രവർത്തനവും സർക്കാരിന്റെ പ്രവർത്തനവും ഒരുമിച്ച് കൂട്ടക്കെടുക്കും. ഉത്തരവാദിത്വം സംവിധാനമാണെങ്കിൽ ഡിസോൺ ചെയ്തല്ല പറയുന്നത്. പോലീസ് ഒരു സ്വതന്ത്ര സംവിധാനമാണെങ്കിൽ താങ്കൾ ഈ പറയുന്നത് ശരിയാണ്. അത് നിയന്ത്രിക്കുമ്പോഴോ തിരുത്തുമ്പോഴോ പോലീസ് ഒരു തുടർച്ചയാണ്, നയം അങ്ങനെയല്ല. സർക്കാരിന്റെ നിലപാടും സർക്കാരിന്റെ സമീപനവും വ്യത്യസ്തമാണ്. സർക്കാരും തുടർച്ചയാണ്, സർക്കാരിന്റെ സമീപനം വ്യത്യസ്തമാണ്. അങ്ങനെയാകുമ്പോൾ പോലീസിന്റെ സമീപനവും വ്യത്യസ്തമാകണം. അങ്ങനെ ആകാതിരിക്കുമ്പോഴാണ് ഇടപെടുന്നത്. ഇവിടെ വരുന്ന പ്രശ്നം, ഞങ്ങൾ ആരുടെയും പേരിൽ UAPA ചുമത്തിയിട്ടില്ല. ഒന്ന്, ഞങ്ങൾ ആരുടെയും പേരിൽ 124A ചുമത്തിയിട്ടില്ല. രണ്ട്, ഇത് രണ്ടും ചുമത്താൻ ശ്രമം നടത്തിയത് അവരാണ്. 124 വിടൂ. ഇപ്പോൾ അന്ന് ആ ദേശീയ ഗാനത്തിൻ്റെ പ്രശ്നമില്ലല്ലോ. ഇപ്പോൾ വരുന്ന പ്രശ്നം എന്താ? ഈ പറയുന്ന നദീറിൻ്റെ വിഷയം എന്നാ കേസെടുത്തത്? ശ്രീ പ്രതാപൻ്റെയും ഷംസുദ്ദീൻ്റെയും കാലത്ത്. എന്താ അവർ ചുമത്തിയത്? UAPA. അന്ന് നദീറിൻ്റെ വീട്ടിൽ അന്ന് അവരുടെ പോലീസ് തിരക്കി ചെല്ലുന്നുണ്ട്. നദീറിൻ്റെ അത് സംബന്ധിച്ചുള്ള ഫേസ്ബുക്ക് പോസ്റ്റുണ്ട്. ഞാൻ സമയപരിമിതി കൊണ്ട് വായിക്കുന്നില്ല, എൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ടാണ് വന്നത്. നദീർ അന്ന് പറഞ്ഞു, എൻ്റെ വീട്ടിൽ ഇന്ന് രാത്രി പോലീസ് തിരക്കി ചെന്നിട്ടുണ്ട്, എൻ്റെ കുറിച്ച് ചില കാര്യങ്ങൾ അന്വേഷിച്ചു പോയിട്ടുണ്ട്. അന്നേ സസ്പെക്റ്റഡ് ആണ് നദീർ. നദീറിനെ സംബന്ധിച്ച് ഇന്ന് പോലീസ് തുടർച്ചയായി പോലീസ് കൊണ്ടു ചെല്ലുന്നു, അന്വേഷിക്കുന്നു. ഞങ്ങളുടെ കാലത്താണ് UAPA ചുമത്തുന്നില്ല. അന്വേഷണത്തിന് ശേഷം ശാസ്ത്രീയമായ തെളിവുകളോ ഉപോത്ബലകമായ യാതൊരു തെളിവുകളോ ഇല്ല, അയാളെ വിടുന്നു. അതിൽ ഗവൺമെൻറ്റിൻ്റെ നിലപാട് വിവാദങ്ങൾ ഉയർന്നു വന്ന സാഹചര്യത്തിൽ വിശദീകരിക്കപ്പെടുകയും ചെയ്തു. ഇതല്ലേ യാഥാർത്ഥ്യം? ആരാണ് വിശദീകരിച്ചത്? വിശദീകരിച്ചതാണ് CPMൻ്റെ സംസ്ഥാന സെക്രട്ടറിയോട് ഒരു വിഷയത്തെ സംബന്ധിച്ച് നിലപാട് ചോദിച്ചാൽ CPMൻ്റെ സംസ്ഥാന സെക്രട്ടറി അഭിപ്രായം പറയും. ഇപ്പോൾ കേന്ദ്ര നേതൃത്വവും അഭിപ്രായം പറയുകയുണ്ടായി, കാരാട്ടും അഭിപ്രായം പറയുകയുണ്ടായി, SRP അഭിപ്രായം പറയുകയുണ്ടായി. ആ രൂപത്തിലല്ല കോടിയേരിയുടെ അഭിപ്രായം വന്നത്. കോടിയേരി സർക്കാർ വക്താവായാണ് അഭിപ്രായ പ്രകടനം നടത്തിയത്. സർക്കാരിന് ഇങ്ങനെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്, സർക്കാർ ഇതിൽ തിരുത്തൽ നടപടികൾ നടത്തും എന്നാണ് ചോദ്യവും. അങ്ങനെയായിരുന്നു ചോദ്യം കൂടി പ്ലേ. അതല്ലേ ഞാൻ ചോദിക്കട്ടെ, ഒഴിഞ്ഞു മാറിയാൽ അത് ഒഴിഞ്ഞു മാറിയെന്ന് കുറ്റം പറയും. പിണറായി അങ്ങനെയാണ് ചെയ്തത്. പിണറായി ഒഴിഞ്ഞു മാറേണ്ടിടത്തല്ലേ ഒഴിഞ്ഞു മാറിയുള്ളൂ, വേറെ ഒന്നും പറഞ്ഞില്ലല്ലോ. അദ്ദേഹം നിലപാട് പറഞ്ഞല്ലോ, 124യുമായി ബന്ധപ്പെട്ട നിലപാട് പറഞ്ഞു, അദ്ദേഹം നിർദ്ദേശം കൊടുത്തത് പറഞ്ഞു. സഖാവ് കോടിയേരിയോട് ചോദ്യം ചോദിക്കുന്നു, ആ ചോദ്യത്തിനോട് അദ്ദേഹം പ്രതികരിക്കുന്നു. ഞാൻ കംപ്ലീറ്റ് ചെയ്യാൻ അവസരം തരണം. ശ്രീ TN പ്രതാപന്റെ വിലാപം ഇതെല്ലാം പിണറായി വിജയൻ പ്രതികരിക്കേണ്ട രൂപത്തിലാണ് പ്രതികരിക്കുന്നത് എങ്കിൽ നദീർ ഇന്ന് പറയുന്ന കാര്യങ്ങൾ സംഭവിക്കില്ല. നദീർ ഇന്നും പറയുകയാണ്, അടുത്ത ജനുവരി 4-ാം തീയതി ഇതിൻ്റെ അന്വേഷണവുമായി ബന്ധപ്പെട്ട് തുടർ നടപടികളിലേക്ക് പോകണം. നദീറിനോട് മാധ്യമങ്ങളെ കാണരുത് എന്ന് പറഞ്ഞു. നദീർ മാധ്യമങ്ങളെ കാണുമെന്ന് പറഞ്ഞു. നദീറിനെ വിട്ടതിന് ശേഷവും നദീറിൻ്റെ വീട് റെയ്ഡ് ചെയ്തു. നദീറിൻ്റെ പിന്നാലെ ഇപ്പോഴും നിഴലായി പോലീസ് പോകുന്നുണ്ട്. ഇതെന്ത് നാടാണ്? നിലപാട് മാറ്റത്തിന് ശേഷവും പോലീസ് ഈ രൂപത്തിൽ പ്രവർത്തിക്കുന്നുവെങ്കിൽ അതൊരു മുഖ്യമന്ത്രിയുടെ കെൽപ്പ് കുറവ് തന്നെയാണ്. കാരണം മുഖ്യമന്ത്രിയാണിത് പറയുന്നത് എങ്കിൽ പോലീസ് ഇങ്ങനെ പ്രവർത്തിക്കില്ല. കോടിയേരി പറഞ്ഞാൽ പോലീസ് ഇങ്ങനെ പ്രവർത്തിച്ചെന്നിരിക്കും. ശ്രീ വേണു, ഞാൻ ചോദിക്കട്ടെ, എന്ത് പ്രവർത്തിച്ചു എന്നാണ് നിങ്ങൾ പറയുന്നത്? UAPA ചേർക്കാതെ വിട്ടതാണ്. അയാൾ സസ്പെക്റ്റഡാണ്. ഇവരുടെ കാലത്ത് പോയി പോലീസ് തിരക്കിയിരുന്നു. നദീർ തന്നെ സാക്ഷ്യപ്പെടുത്തുന്നു. UAPA എടുത്ത ഈ ക്രൈം നമ്പർ മദർ കേസ് അവിടെ നിൽക്കുന്നു, 6-ാം ഭാവവുമായി ബന്ധപ്പെട്ട്. ആ കേസിൽ ഒരാളെ പ്രതി ചേർക്കണമെന്നാണ് നിലപാട് എങ്കിൽ പ്രതി ചേർക്കണമായിരുന്നോ? അപ്പോൾ ചേർക്കാമായിരുന്നല്ലോ, വിട്ടയക്കണമായിരുന്നോ? കമൽ C ചവറയെ വിട്ടയക്കണമായിരുന്നോ? 124A ചേർക്കാമായിരുന്നല്ലോ, ചേർത്തില്ലല്ലോ. ഞങ്ങൾക്കൊരു നിലപാടുണ്ടെന്നേ. ഞങ്ങളുടെ പാർട്ടിയുടെ നിലപാട് തന്നെയാണ് ഞങ്ങളുടെ ഗവൺമെന്റ് നിലപാട്. ഞങ്ങളുടെ പാർട്ടിയുടെ നിലപാടും ഗവൺമെന്റ് നിലപാടും വൈരുദ്ധ്യമായിരുന്നെങ്കിൽ അതായിരുന്നതിന്റെ വിവാദം. റഹീം, ഇതിലെ പ്രശ്നം ഈ കരുളായി വനത്തിലെ ഏറ്റുമുട്ടൽ, അതിൽ ഈ മുഖ്യമന്ത്രി എടുത്തൊരു സമീപനം, അതിന്റെ തുടർച്ചയ്ക്ക് കൊടുക്കേണ്ടി വരുന്ന വിലയാണ് ഈ സംഭവം. അല്ല, കേരളത്തിൽ ഒരു ചെറുപ്പക്കാരനെ പിൻപറ്റി ഒരു പോലീസ് പോകുന്നു എന്ന് പറഞ്ഞാൽ അടിയന്തരാവസ്ഥ കാലത്ത് ഇത് കണ്ടിട്ടുണ്ട്. പക്ഷേ ഈ പുതിയ സാഹചര്യത്തിൽ നദീർ എന്ത് ചെയ്തു എന്നാണ് ഇന്നിപ്പോൾ നദീറും കമൽ C ചവറയും മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറയുന്നൊരു കാര്യം. ഞങ്ങൾക്കെതിരെ മാത്രമല്ല ഈ 124A, ഏതാണ്ട് 120ഓളം പേർക്കെതിരെ ഈ സംസ്ഥാനത്ത് ഇതുണ്ടാക്കിയിട്ടുണ്ട്, ഇത് ചുമത്തിയിട്ടുണ്ട്. ഈ 120 ഏത് കാലമായാലും ഈ 120ഓളം പേരുടെ ഒരു കണക്കെടുത്തിട്ട് അവർ എന്തൊക്കെ തരത്തിലുള്ള അക്രമ പ്രവർത്തനങ്ങൾ, എന്തൊക്കെ തരത്തിലുള്ള ജീവൻ എടുത്തുള്ള കളികൾ നടത്തിയിട്ടുണ്ടെന്നവർ ചോദിക്കുകയാണ്. അപ്പോ ഈ 124A ഏത് തരത്തിൽപ്പെട്ടവരെയാണ് ഇപ്പോൾ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നത് എന്നതാണ് ആ ചോദ്യം. എന്നെ ഉത്തരം പറയാൻ അനുവദിക്കും, ഞാൻ പറയാം, വിശദീകരിക്കാൻ അനുവദിക്കും. 3 പോരാട്ടം ആക്ടിവിസ്റ്റ് ഹെൽഡ് അണ്ടർ UAPA. ഹിന്ദു ദിനപത്രം മെയ് 3, നിങ്ങളുടെ ഭരണകാലത്താണ്. തൊട്ടതിനും പിടിച്ചതിനും എന്ന് പറഞ്ഞു, രണ്ടും കൂടി ചേർത്ത് പറയുന്നതാണ് ഉചിതം. ഞങ്ങൾക്കിങ്ങനെ ഒരു നിലപാടില്ല.
ഞങ്ങളുടെ കൊടിയേരിയുടെ കാലത്ത് കൊണ്ടുവന്നതായിരുന്നു, കൊടിയേരി സഖാവ് കൊണ്ടുവന്ന നിയമമായിരുന്നു യഥാർത്ഥത്തിൽ കാപ്പ കൊണ്ടുവന്നു. ആ കാപ്പയുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ ആരെയും നാട് കടത്തിയില്ല രാഷ്ട്രീയ പ്രതിയോഗികളെ. ഞങ്ങളത് ഗുണ്ടകളെ മാത്രം നേരിടുന്നതിന് വേണ്ടി ഉപയോഗിച്ചു. ഇവരുടെ കാലത്തോ ഇതേ UAPA ആണ്, പൗരാകാശ ധ്വംസനമാണ് UAPA ആയതുകൊണ്ടാണല്ലോ ഇത് ചർച്ച ചെയ്യുന്നത്. ശ്രീ TN പ്രതാപന് വല്ലാതെ വികാരം കൊള്ളുന്നത്. കതിരൂർ മനോജ് വധക്കേസിൽ ചുമത്തിയെന്ന് മാത്രമല്ല, അടുത്ത് ഞാൻ പറയാം അതിനുശേഷം കതിരൂർ സംഭവത്തിന് ശേഷമാണ് ചിറ്റാരിപ്പറമ്പ് ടൗണിൽ വെച്ച് പ്രേമൻ എന്ന് പറയുന്ന CPM പ്രവർത്തകൻ RSR ഇതുപോലെ ബോംബെറിഞ്ഞു കൊല്ലുന്നത്. അതിൽ UAPA ചുമത്തിയതിന് ശേഷം ശ്രീ ഷംസുദ്ദീൻ കൂടി കേട്ടോളണം, തൊട്ടപ്പുറത്തിരിക്കുന്ന ശ്രീ മുരളീധരൻ്റെ പാർട്ടിയുടെ പ്രഷർ കാരണം അത് ഒഴിവാക്കിയും കൊടുത്തു. നിങ്ങൾക്കായിരുന്നില്ല കഴിഞ്ഞ ഗവൺമെൻറ് കാലത്ത് നിങ്ങളുടെ ഗവൺമെൻറ്റിൽ സ്വാധീനം, മറിച്ച് വി മുരളീധരൻ്റെ പാർട്ടിക്കായിരുന്നു സ്വാധീനം. അതുകൊണ്ടാണ് ശ്രീ വേണു നേരത്തെ ചോദിച്ച ചോദ്യം വീണ്ടും നിങ്ങളുടെ മുമ്പിൽ ചോദിക്കുകയും നിങ്ങൾ ഒഴിഞ്ഞു പോകേണ്ടി വരികയും ചെയ്യുന്നത്. റഹീം, ഇവിടെ ഈ കരുളായിയുടെ കാര്യത്തിൽ പോലീസിൻ്റെ മനോവീര്യത്തിൻ്റെ പ്രശ്നം മാത്രമായാണ് പിണറായി അതിനെ കണ്ടത്. അതിന് കൊടുക്കേണ്ടി വരുന്ന വിലയാണത്. ഇപ്പോൾ നദീർ എന്ന ചെറുപ്പക്കാരൻ ഇങ്ങനെ വേട്ടയാടപ്പെടുന്നു. നദീറിനെതിരെ തെളിവില്ല എന്ന് പോലീസിന് പറയേണ്ടി വരുന്നു. നദീറിനെ 124A ചുമത്തിയെന്ന് പറയുന്നു പോലീസ്. 2.5 മണിക്ക് തലശ്ശേരി സെഷൻസ് കോടതിയിലേക്ക് കൊണ്ടുപോകുമെന്ന് പറയുന്നു പോലീസ്. സർക്കാരിൻ്റെ പ്രോസിക്യൂട്ടർ നദീറിനെ ബന്ധപ്പെടുന്നു. നിങ്ങൾക്ക് ജാമ്യം കിട്ടാൻ പോകുന്നതേയില്ല, കാരണം അത്തരമൊരു കുറ്റമാണ് നിങ്ങൾക്ക് മേൽ ചുമത്തിയിരിക്കുന്നത്. പക്ഷെ അപ്പോഴും നിങ്ങൾ നിങ്ങളുടെ അഭിഭാഷകനോട് അവിടെ ഹാജരാകാൻ പറയണം. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് കഴിഞ്ഞതിന് ശേഷവും നദീറിനെ പിന്തുടരുകയാണ് പോലീസ്. ഇനി അതും കഴിഞ്ഞില്ല, ഈ കാര്യത്തിൽ ഇപ്പോൾ ഇതേ നിലപാട് തന്നെ പോലീസ് ഇതിന് ഒരു നദീറുമായി മാത്രമല്ല ഇതിനെ ബന്ധപ്പെടുത്തി കാണേണ്ടത്. ഇപ്പോൾ ഇന്നലെ പാലക്കാട് ഒരു പരിപാടിയിൽ പിണറായി പങ്കെടുക്കാൻ പോകുമ്പോൾ പിണറായിയെ കണ്ട് നിവേദനം കൊടുക്കാൻ ഏതാനും പ്രവർത്തകർ അവിടേക്ക് വരികയാണ്. ആദിവാസി മേഖലയിൽ പ്രവർത്തിക്കുന്നവർ. അവർ പോരാട്ടം പ്രവർത്തകരാണെന്ന് പോലീസിന് വെറുതെ തോന്നുകയാണ്. പിടിച്ചുകൊണ്ടുപോയി ജീപ്പിലിടുകയാണ്, വസ്ത്രമൂരി പരിശോധന നടത്തുകയാണ്. അപ്പോൾ ഇതൊക്കെ പല രൂപത്തിൽ പ്രകടമാകുന്നത്. ഈ മാവോ വേട്ട ഇത് മനോവീര്യവുമായി ബന്ധപ്പെടുത്തി ലൈസൻസ് കൊടുത്തത് പിണറായിയുടെ നാവാണ്. കോടിയേരിയുടെ ഒരു നാവ് ചലനം കൊണ്ട് ഇപ്പോഴും പോലീസിനെ നിയന്ത്രിക്കാൻ കഴിയാതിരിക്കുന്ന സാഹചര്യവും അതുവഴി തന്നെ ഉണ്ടായിരിക്കുന്നതാണ്. സഖാവ് പിണറായി വിജയനാണ് ഈ പറയുന്ന മാവോയിസ്റ്റ് പ്രശ്നത്തിന് ശേഷം, എൻകൗണ്ടറിന് ശേഷം അന്വേഷണം പ്രഖ്യാപിച്ചത്. എതിർത്തെന്തെങ്കിലും പറഞ്ഞോ? വ്യത്യസ്ത അഭിപ്രായം വന്നോ? ഒന്നും വന്നില്ലല്ലോ. ഇത് പറഞ്ഞല്ലോ, പാലക്കാട്ടെ സംഭവം ഇപ്പോൾ ചൂണ്ടിക്കാണിച്ചു. സഖാവ് കോടിയേരിയുടെ സ്റ്റേറ്റ്മെൻറ്റിൽ നിന്നുണ്ടല്ലോ, പോലീസ് ഇന്നല്ല എല്ലാ കാലത്തും ചില നിലപാടുകൾ പോലീസ് പ്രകടിപ്പിക്കും. ആ പ്രകടിപ്പിക്കുന്നതിൽ പലതരത്തിലുള്ള പോലീസ് ഉദ്യോഗസ്ഥരുണ്ടാകും. സർക്കാരിൻ്റെ നയം അതുപോലെ പൂരകമായി നടപ്പിലാക്കുന്നവർ മാത്രമല്ല, അച്ചടിച്ച പോലെ അതുപോലെ അങ്ങ് വായിച്ച് നടപ്പിലാക്കുന്നവരായിരിക്കില്ല. വ്യത്യസ്ത നിലപാടുകളുണ്ടാവും, വ്യത്യസ്ത അഭിപ്രായങ്ങളുള്ളവരുണ്ടാകും. പക്ഷേ അതിന്മേൽ നിലപാട് സ്വീകരിക്കാൻ ഞങ്ങൾക്കൊരു ഗവൺമെൻറ് ഉണ്ട്. ആ ഗവൺമെൻറ് നിലപാട് സ്വീകരിക്കുന്നു. അങ്ങനെ നിലപാട് സ്വീകരിക്കുന്നതിൻ്റെ ഫലമായിട്ടാണ് പോലീസിൻ്റെ ഭാഗത്തുണ്ടായ വീഴ്ചകൾ യഥാസമയം അണുകിട വൈകാതെ തിരുത്താനും കറക്റ്റ് ചെയ്യാനും സാധിക്കുന്നത്. ഇതാണ് അതിൻ്റെ യാഥാർത്ഥ്യം. ഒരു കാര്യം കൂടി, ഷംസുദ്ദീൻ്റെ നേതാവ് പറഞ്ഞ കാര്യത്തിനോട് മറുപടി, അതായത് ഷംസുദ്ദീനും അത് ആവർത്തിക്കുകയുണ്ടായി. മുസ്ലിം പാലത്തിൻ്റെ കാര്യത്തിൽ നിങ്ങൾക്ക് ഒരു നിലപാട്, ശശികല ടീച്ചറുടെ കാര്യത്തിൽ മറ്റൊരു നിലപാട്, ഗോപാലകൃഷ്ണനോട് ഒരു നിലപാട്, MM അക്ബറോട് മറ്റൊരു നിലപാട്. ഞങ്ങൾക്ക് RSSനോട് സമീപനമുണ്ടെന്ന് ലീഗല്ലാതെ വേറെ ആരെങ്കിലും പറയോ? ഞങ്ങൾക്ക് അങ്ങനെ ഒരു നിലപാടുണ്ടോ? ഞാൻ ചോദിക്കട്ടെ, നിങ്ങളുടെ കാലത്ത് ഏതെങ്കിലും ഒരു കേസ്, ഏതെല്ലാം കേസുകളാണ്? ഈ ഇപ്പോൾ പറഞ്ഞ ഏറ്റവും ഒടുവിലെ പ്രേമൻ്റെ കേസ്, ചിറ്റാരിപ്പറമ്പ് ടൗണിൽ നടന്ന സംഭവം ഞാൻ പറഞ്ഞില്ലേ ശ്രീ ഷംസുദ്ദീൻ, ഞാൻ അതുകൂടി ചേർത്ത് തന്നെയാണ് ഇത് പറഞ്ഞത്. നിങ്ങളുടെ കാലത്താണ് RSSനോട് പ്രീണമായ സമീപനമെടുത്തത്. ഇവിടെ ലീഗെന്ന് പറയുന്ന പാർട്ടി പോലും നല്ല നിലയിൽ പ്രവർത്തിക്കാനുള്ള കാരണം കേരളത്തിൽ സംഘപരിവാർ കൂടുതൽ അതിപ്രസരം കാണിക്കാത്തതാണ്. കോൺഗ്രസിന് മൃഗീയമായ സ്വാധീനമുണ്ടായിരുന്ന സ്ഥലങ്ങൾ നോക്കൂ, പൂർണ്ണമായി സംഘപരിവാറിന് അധീനപ്പെട്ടു. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ഇന്ന് ഇന്ത്യയിലെ വേറെ ഏത് സ്റ്റേറ്റിലാണ് ഉള്ളത്? നിങ്ങൾ ചിറകിനടിയിലായിരുന്നല്ലോ. നിങ്ങൾ ഏത് കോൺഗ്രസിൻ്റെയാണോ ചിറകിനടിയിലായിരുന്നത് അവർ തന്നെയാണ് UAPA എടുത്തത്. ശരി, ഒരു നിമിഷം ശ്രീ പ്രതാപൻ അതിനുള്ള മറുപടി. വേണു, UAPAയുടെ കാര്യത്തിൽ അത് കൊണ്ടുവരാനിടയായത് ഇന്നും ഇന്നലെ അല്ലല്ലോ. അത് കൊണ്ടുവരേണ്ട ദേശവിരുദ്ധ ശക്തികളെ സ്വാഭാവികമായും തടയുന്നതിന് വേണ്ടിയും അവരെ നിയന്ത്രിക്കുന്നതിന് വേണ്ടിയാണ്. PJ രാജൻ ദേശവിരുദ്ധ ശക്തിയായിരുന്നോ സാർ? PJ രാജൻ ദേശവിരുദ്ധനാണോ? PJ രാജന്റെ പാർട്ടി CPM ദേശവിരുദ്ധ ശക്തിയാണോ? CPM-നെ ദേശവിരുദ്ധ ശക്തിയായി ഒരു ഘട്ടത്തിലും ആരും പറഞ്ഞിട്ടില്ല, ആരും വ്യാഖ്യാനിച്ചിട്ടുമില്ല. മറിച്ച് രാജ്യദ്രോഹ പ്രവർത്തനം നടത്തുന്നവർക്ക് എതിരായിട്ടാണ്. അല്ലാതെ ഇതെങ്ങനെ പ്രയോഗിക്കുന്നു, ഇതെങ്ങനെ ഉപയോഗപ്പെടുത്തുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട പ്രശ്നം. ഞങ്ങൾ ഒരു ഘട്ടത്തിലും ഈ അനാവശ്യമായി UAPA ഉപയോഗിക്കുന്നതിന് ഒരു തരത്തിലും പിന്തുണ കൊടുത്തിട്ടുമില്ല, പ്രോത്സാഹിപ്പിച്ചിട്ടുമില്ല.
അതിനുണ്ടാകുന്നിടത്തൊക്കെ ചോദ്യം ചെയ്യാനും തിരുത്തേണ്ടിടത്ത് തിരുത്തിക്കാനും ഞങ്ങൾ ശ്രമിച്ചിട്ടുണ്ട്. ഞാനതാണ് വായിച്ചത്. ശ്രീ പ്രതാപൻ അങ്ങ് ക്ഷമിക്കണം, ഞാൻ ഇടപെടുന്നത്. ശ്രീ പ്രതാപൻ ഒന്ന് ക്ഷമിക്കൂ. മെയ് മാസം 5-ാം തീയതി 2016 നിങ്ങളുടെ കാലത്താണ്. അന്ന് 3 പോരാട്ടം ആക്ടിവിസ്റ്റ് ഹെൽഡ് അണ്ടർ UAPA ഹിന്ദുവിൻ്റെ വാർത്തയാണ്. നിങ്ങളുടെ കാലത്താണ്. പോട്ടെ, ഇത് മാറ്റിവെക്ക്. നിങ്ങൾ കരുതുന്നുണ്ടോ CPIM ദേശവിരുദ്ധ പാർട്ടിയാണെന്ന്? കണ്ണൂരിൽ നടന്ന രാഷ്ട്രീയ സംഘർഷം ആദ്യത്തെ സംഭവമല്ല. നിങ്ങൾ UAPA ചുമത്തി. ഞാൻ പറയട്ടെ, ഞങ്ങളുടെ കാലത്തും വേണമെങ്കിൽ നിങ്ങൾക്കെതിരെ UAPA ചുമത്താമായിരുന്നു സാർ. BJPക്കെതിരെ പോലും ഞങ്ങൾ ചുമത്തിയില്ല. ഞങ്ങൾ യഥാർത്ഥത്തിൽ UAPA അന്ന് ചുമത്തിയത് കൈവെട്ട് കേസുമായി ബന്ധപ്പെട്ട് TJ ജോസഫ് വിഷയത്തിലാണ്. ഞങ്ങൾ അങ്ങനെ നിലപാടെടുത്തു. നിങ്ങൾ ഞങ്ങളെ വേട്ടയാടി. ഇവിടെ നേരത്തെ റഹീം തന്നെ ചൂണ്ടിക്കാണിച്ചു, നിങ്ങളുടെ പോലീസ്, നിങ്ങളുടെ ഗവൺമെന്റ് നടപ്പിലാക്കുന്ന നിങ്ങളുടെ പോലീസ് നയമല്ല പല പോലീസുകാർ നടപ്പിലാക്കുന്നത്. പോലീസ് ഉദ്യോഗസ്ഥന്മാർ അവരുടേതായ രീതി നടപ്പിലാക്കുന്നു, അതിന് പരാതി ഉണ്ടെന്ന്. അതേപോലെ തന്നെ അങ്ങനെയാണെങ്കിൽ ഇതിനെ പിന്നെ താങ്കൾ പരാമർശിക്കുകയും ക്രൂശിക്കുകയും ചെയ്യുന്നേ? അങ്ങനെയാണെങ്കിൽ ഒരു നിമിഷം ശ്രീ ഷംസുദ്ദീൻ, ഇതിനകത്ത് ഇവിടെ ഇപ്പോ ഇന്നത്തെ ഈ 2-3 ദിവസമായിട്ടുള്ള സാഹചര്യങ്ങളിൽ നമ്മുടെ മുൻ മുഖ്യമന്ത്രി ശ്രീ അച്യുതാനന്ദനാണ് ഈ വിഷയം ആദ്യം പറഞ്ഞത്. ഇടതുപക്ഷമാണ് കേരളം ഭരിക്കുന്നതെന്ന് പോലീസ് ഓർക്കണം. പോലീസിന്റെ സമീപനത്തിൽ ന്യായീകരിക്കാൻ കഴിയാത്ത വിധത്തിലുള്ള പ്രവർത്തനങ്ങളുണ്ടെന്ന് ആദ്യം പറഞ്ഞത് അച്യുതാനന്ദനാണ്. ഇന്ന് കോടിയേരിയും അത് ആവർത്തിച്ച് തന്നെ പറഞ്ഞത്. അപ്പം ഞങ്ങൾ പറഞ്ഞത് അതാണ് ഞങ്ങളും ചൂണ്ടിക്കാണിച്ചത്. ഇവിടെ പോലീസിന്റെ മേൽ മുഖ്യമന്ത്രിക്ക് നിയന്ത്രണം നഷ്ടപ്പെട്ടോ, പോലീസ് ഇങ്ങനെ പെരുമാറുന്നു, അതിനുള്ള ഉദാഹരണങ്ങളും ഞങ്ങളുടെ ജനറൽ സെക്രട്ടറി ചൂണ്ടിക്കാണിച്ചു. അത് പറയുമ്പോൾ ലീഗ് പ്രവർത്തിക്കുന്നത് വേറെ ആരുടെയൊക്കെ തണലിലാണ് എന്ന് പറയുന്നതിന് അർത്ഥമില്ല. ലീഗ് ഇവിടെ സ്വയം ആർജിച്ച ഞങ്ങൾ ജനാധിപത്യവും മതേതരത്വവും മുറുകെ പിടിച്ച് ഞങ്ങൾ എല്ലാ സമുദായങ്ങളുമായി ഏറ്റവും നല്ല സൗഹൃദങ്ങൾ ഉണ്ടാക്കി ആ രീതിയിൽ മതേതര മാർഗത്തിൽ ഞങ്ങൾ ഇവിടെ നിലനിർത്തുന്നത്. താങ്കൾ പറയുകയുണ്ടായി UAPA ഒരു രാഷ്ട്രീയ നേതാവിനെതിരെ കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് എടുത്തപ്പോൾ നിങ്ങൾ അതിനോട് വ്യത്യസ്ത അഭിപ്രായം പറഞ്ഞു എന്ന് P. ജയരാജൻ്റെ കാര്യത്തിൽ. ഇനി 2013 അന്നും നിങ്ങൾ ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്നിപ്പോൾ ഈ മുസ്ലിം വേട്ടയുടെ കാര്യം പറയുന്നതുകൊണ്ട് പറയുകയാണ്, അന്ന് നാറാത്ത ആയുധ പരിശീലനവുമായി ബന്ധപ്പെട്ട കേസ് വന്നപ്പോൾ UAPA ചുമത്തപ്പെട്ടു. NIAയുടെ അന്വേഷണത്തിലേക്ക് അത് പോയി. ഇപ്പോൾ ഇന്ന് മാധ്യമങ്ങളെല്ലാം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടല്ലോ കോടതിയുടെ നിലപാടെന്താണ് എന്ന്. UAPA കോടതിയാണ് എടുത്തു മാറ്റിയത്. മതസ്പർദ്ധ വരുത്തുന്ന തരത്തിൽ പ്രവർത്തിച്ചു എന്ന് പറയുന്ന ചാർജ് കോടതിയാണ് എടുത്തു മാറ്റിയത്. ദേശവിരുദ്ധ പ്രവർത്തനം നടത്തി എന്ന് പറയുന്ന വകുപ്പ് കോടതിയാണ് എടുത്തു മാറ്റിയത്. എന്നിട്ട് ആയുധം കയ്യിൽ വയ്ക്കൽ തുടങ്ങിയ കാര്യങ്ങളിലെ വകുപ്പ് നിലനിർത്തിക്കൊണ്ട് ശിക്ഷയുടെ കാര്യത്തിൽ ചില ഏറ്റിറക്കങ്ങൾ കൂടി ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് വരുത്തി. അപ്പോൾ അത് മുസ്ലിം വേട്ടയായി മാറിയില്ലേ? അപ്പോൾ ഈ സർക്കാരിന്റെ കാലത്ത് മാത്രമാണോ ഈ നദീറിന്റെ കാര്യത്തിൽ, അക്ബറിന്റെ കാര്യത്തിൽ, പാലത്തിന്റെ കാര്യത്തിലൊക്കെ ആദ്യമായിട്ടാണോ സംഘപരിവാർ അജണ്ടയിലേക്ക് ഒരു ഭരണകൂടം പോകുന്നത്? ആദ്യമായാണോ UAPAയുടെ പേരിൽ മുസ്ലിങ്ങൾ വേട്ടയാടപ്പെടുന്നത്? അല്ല, ഞങ്ങളിപ്പോ ഉണ്ടാകുന്ന ഒരു ട്രെൻഡ് ചൂണ്ടിക്കാണിക്കുകയാണ്. ഇപ്പോഴത്തെ ഗവൺമെന്റിൽ നിന്ന് നിയന്ത്രിക്കേണ്ട CPM ഭരിക്കുന്ന സാഹചര്യത്തിൽ ഒരു നിമിഷം ഒരുപാട് ആളുകൾ കേരളം അതിനൊക്കെ വ്യത്യസ്തമായിരുന്നു. ശ്രീ ഷംസുദ്ദീൻ, ഈ പറയുന്ന നാറാത്ത് കേസിൽ ഒരാൾക്ക് 7 കൊല്ലമായി ഉയർത്തി, മറ്റുള്ളവർക്ക് 6 കൊല്ലമായി ചുരുക്കി, ഇങ്ങനെയൊക്കെയുള്ള വിധിയാണ് വന്നത്. അതൊരു ട്രെൻഡല്ലേ? UAPA എടുത്ത് കളഞ്ഞു എന്നത് ഒരു ചെറിയ കാര്യമാണോ? ശിക്ഷയുടെ കാര്യത്തിൽ എന്തൊരു വലിയ വ്യത്യാസമാണ് വരുന്നത്. യാസിൻ ഭട്കലിന്റെ അടക്കമുള്ള വിധി നിങ്ങളുടെ മുന്നിലുണ്ട്. വധശിക്ഷയാണ്. അല്ലല്ല, ഒരു നിമിഷം, വധശിക്ഷയാണ് UAPA ചുമത്തപ്പെട്ടപ്പോൾ വന്നിരിക്കുന്നത്. ഒരു നിമിഷം, യാസിൻ ഭട്കൽ അടക്കമുള്ളവർക്ക് വധശിക്ഷയാണ് കോടതി കൊടുത്തിരിക്കുന്നത്. NIA കോടതി. അവർ ആ പ്രതിക്കൂട്ടിൽ നിന്നുകൊണ്ട് കോടതി എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ 2 കാര്യങ്ങളാണ് പറഞ്ഞത്. ഒന്ന്, ഞങ്ങളെ തൂക്കിലേറ്റിക്കോളൂ എന്ന് വെച്ചാൽ ഈ കോടതിയുടെ വിധി പ്രസ്താവത്തോട് അവർക്ക് അപ്പോഴും യോജിപ്പില്ല. 2, അവർക്കെതിരെ ചുമത്തിയിരിക്കുന്ന പിഴയുടെ കാര്യത്തിൽ ഈ പിഴ ഞങ്ങൾ അടയ്ക്കേണ്ടത് അസാധുവായിരിക്കുന്ന 500-ൻ്റെയും 1000-ൻ്റെയും നോട്ടിലാണോ അതോ സാധുവായ നോട്ട് കൊണ്ട് വേണമോ എന്ന് പരമമായ പരിഹാസമാണ്. അപ്പോൾ പ്രതിഷേധം, പ്രതിരോധമൊക്കെ തൂക്കുകയറിൻ്റെ മുന്നിൽ നിൽക്കുമ്പോൾ പോലും പ്രകടിപ്പിക്കപ്പെടുന്നുണ്ട്. ശരിയായ നീതി നിർവഹണമാണോ നടന്നത് എന്നതുമായി ബന്ധപ്പെട്ട സംശയങ്ങൾ ഉയരുന്നുണ്ട്. അവിടെയാണ് നിങ്ങൾ നാറാത്തിൻ്റെ കാര്യത്തിൽ തീർപ്പ് കൽപ്പിച്ചത്. എന്നിട്ട് ഇപ്പോഴാണോ ഒരു ട്രെൻഡായി ഇതിനെ കാണുന്നത്?
അല്ല അങ്ങനെയല്ല, നിങ്ങൾ വേണു എല്ലാത്തിനെയും നമ്മൾ ജനറലൈസ് ചെയ്ത് പറയരുത്. പോലീസുമായി ബന്ധപ്പെട്ട അക്രമങ്ങളുമായി ബന്ധപ്പെട്ട നിരവധി സംഭവങ്ങൾ നമുക്ക് ചരിത്രത്തിൽ കാണാൻ പറ്റും. അതിലേതെങ്കിലും ഒരു സംഭവം ഉയർത്തിപ്പിടിച്ചിട്ട് ഇപ്പോൾ ഈ വിഷയം ചൂണ്ടിക്കാണിക്കാൻ പാടില്ല അല്ലെങ്കിൽ പറയാൻ പാടില്ല എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. പോലീസിൻ്റെ പല നടപടികളും പിന്നീട് കോടതികളിൽ വേറെ നിലയ്ക്ക് വ്യാഖ്യാനിക്കപ്പെട്ടിട്ടുണ്ടല്ലോ. അപ്പോൾ ഇന്ന് കോടതി ഇതിനെക്കുറിച്ച് പറഞ്ഞത് ഗൗരവത്തോടു കൂടി കാണണം തന്നെയാണ് ഞാനും പറയുന്നത്. കാരണം ഈ തൊട്ടതിനും തോന്നിയതിനൊക്കെ UP ഇടാൻ പാടില്ല എന്നുള്ളതിനുള്ള എൻ്റെ വാദത്തിനെ ഇന്നത്തെ കോടതി വിധി ശരിക്കും അംഗീകരിക്കും. അല്ല വേണു, ഞങ്ങളുടെ നിലപാട് അന്നും ഇന്നും ഒരുപോലെയാണ്. UAPയെ ചുമത്തേണ്ടത് രാജ്യത്തിന് അപകടമുണ്ടാക്കുന്ന രീതിയിൽ രാജ്യസുരക്ഷയെ ചോദ്യം ചെയ്യുന്ന അതൊരു പോലീസ് ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാവരുത് ശ്രീ പ്രതാപൻ. ഒരു പോലീസ് ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലായതാണ് നാറാത്തിന്റെ കാര്യത്തിൽ സംഭവിച്ചത്. അതൊരു ജുഡീഷ്യൽ പരിശോധനയുടെ ഭാഗമായി വേണം ഉണ്ടാകേണ്ടത്. അതെ, അത് തീർച്ചയായിട്ടും കേവലം ഒരു പോലീസ് പരിശോധന അടിസ്ഥാനത്തിൽ മാത്രം UAPയെ ചുമത്തുന്നത് ശരിയല്ല. അതുകൊണ്ട് തന്നെയാണ് അങ്ങനെ പോലീസിൽ ഏത് കാലത്തും ഗവൺമെൻറ്റിൻ്റെ ഇച്ഛയ്ക്കനുസരിച്ച് പ്രവർത്തിക്കാത്ത പോലീസുകാരുണ്ടാകാറുണ്ട്. അവർ പലപ്പോഴും അവരുടേതായ സ്വന്തമായ വ്യാഖ്യാനങ്ങൾ കൊണ്ടുവന്ന് UAPയെ ചുമത്തുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാരുണ്ടാകാറുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞു വന്ന പോയിന്റ് അതാണ്. താടി വെച്ചത് കൊണ്ടോ നിസ്കാരത്തരം ഉള്ളത് കൊണ്ടോ ഏതെങ്കിലും രീതി അയാത്തോതിയത് കൊണ്ടോ അവരെയൊക്കെ UAPയെ ചുമത്താൻ വേണ്ടി ശ്രമിച്ചാൽ ഞങ്ങളാരും അംഗീകരിക്കുന്ന വിഷയവുമില്ല. അവിടെ ഈ ഗവൺമെൻറ്, ഈ പ്രത്യേകിച്ചും ഇപ്പോഴത്തെ LDF ഗവൺമെൻറ്റിലെ പോലീസിന് ഗവൺമെന്റ് നിയന്ത്രണമില്ല. സർക്കാരിന് പോലീസിന് മേൽ നിയന്ത്രണം ഉണ്ടായിരുന്ന നിങ്ങളുടെ കാലഘട്ടത്തിൽ രാഷ്ട്രീയ പ്രതിയോഗികളെ വേട്ടയാടാൻ വേണ്ടി നിങ്ങൾ ഇത് ഉപയോഗിച്ചു. അതും നിയമത്തിന്റെ ഒരു ദുരുപയോഗം തന്നെയാണ് സാർ. ലക്ഷ്യങ്ങൾ ഭിന്നമാകുമ്പോൾ നിയമത്തെ ദുരുപയോഗം ചെയ്യുന്നതിന്റെ സ്വഭാവം മാറുമെന്നേ ഉള്ളൂ. നിയമം ദുരുപയോഗം ചെയ്യപ്പെടുക വഴി അത് നിർവഹിക്കാൻ നിന്നുകൊടുക്കാൻ പോലീസിനെ പ്രേരിപ്പിക്കുക വഴി ആ പോലീസിനൊരു ലൈസൻസ് നിങ്ങൾ കൊടുക്കുന്നുണ്ട്. അതിന്റെ പിന്തുടർച്ച പിന്നീട് വരുമ്പോൾ മറ്റു കാര്യങ്ങളിൽ, മറ്റു വിഷയങ്ങളിൽ പൊതുസമൂഹത്തിന് അനുഭവിക്കേണ്ടി വരും. P. ജയരാജനെ പിടിച്ചകത്തിട്ടു. കാപ്പ എന്നത് നിങ്ങൾ എത്രമാത്രം ഗുരുതരമായി ദുരുപയോഗം ചെയ്തു കേരളത്തിൽ. കാപ്പയ്ക്കെതിരെ ചെറുപ്പക്കാരായ ആളുകൾക്ക് ഈ കണ്ണൂരിൽ, തലശ്ശേരിയിൽ വലിയ തോതിലുള്ള ഉപരോധമടക്കം നടത്തേണ്ടി വന്നില്ലേ? അതിന്റെ ഭാഗമായിട്ടല്ലേ നിങ്ങൾക്ക് പിന്നീട് വിട്ടുവീഴ്ച ചെയ്യേണ്ടി വന്നത്? ഒരാളെയും അവരുടെ നാട്ടിൽ കയറ്റില്ല എന്ന നിലപാട് നിങ്ങൾ എടുക്കുകയുണ്ടായി. കാപ്പ ഉപയോഗിച്ച് ഇപ്പോഴും മറ്റൊരു വിഷയമാണ്. ശ്രീ TN പ്രതാപൻ, ഈ കാപ്പ കൊണ്ടുവന്നാരാ കൊണ്ടുവന്നതിന്റെ കാര്യമല്ല, ഞങ്ങൾ ഒരാൾക്കെതിരെ പോലും ആ നിയമം കൊണ്ടുവരുമ്പോൾ ഗുണ്ടകളെ നേരിടുന്നതിന് വേണ്ടി കാപ്പ കൊണ്ടുവന്നത്. അതെ, നിങ്ങൾ ഗുണ്ടകളെ നേരിടുന്നു എന്ന് പറഞ്ഞത് നിങ്ങൾക്ക് രാഷ്ട്രീയ വിരോധമുള്ള ആളുകളെ ഗുണ്ടകളാക്കി ഒരാൾക്കെതിരെ പറയൂ. ഒരാൾക്കെതിരെ ഏതെങ്കിലും പൊതുപ്രവർത്തനത്തിൽ ഏർപ്പെട്ട കോൺഗ്രസുകാരനോ BJP-ക്കാരനോ ആയ ഏതെങ്കിലും ഒരാൾക്കെതിരെ കൊടിയേരി ആഭ്യന്തരമന്ത്രിയായിരുന്ന 5 വർഷക്കാലം നിങ്ങൾ നിങ്ങളുടെ രാഷ്ട്രീയ പ്രതിയോഗികളെ ഉന്മൂലനം ചെയ്യാൻ വേണ്ടി നിങ്ങൾ ഞങ്ങൾക്ക് ഈ കാര്യത്തിലുള്ള നിലപാട് കാപ്പയായാലും UAP ആയാലും UAP ആയാലും യാതൊരു കാരണവശാലും ദുർവിനിയോഗം ചെയ്യാൻ പാടില്ല. അത് ഏത് ഉദ്ദേശത്തോടു കൂടിയാണോ കൊണ്ടുവന്നത് മാത്രമേ പാടുള്ളൂ. ശത്രുവിന്റെ സ്വഭാവം രാഷ്ട്രീയമായി മാറുമ്പോൾ അതിനനുസരിച്ച് നിയമങ്ങൾ ദുരുപയോഗം ചെയ്യപ്പെടും. നിങ്ങൾക്ക് അത് രാഷ്ട്രീയ ശത്രുവിനെ നേരിടാനായിരുന്നു നിങ്ങൾ UAP ഉപയോഗിച്ചത്, നിങ്ങൾ കാപ്പ ഉപയോഗിച്ചത്. BJP-യെ സംബന്ധിച്ച് അവർക്ക് കടുത്ത മുസ്ലിം വിരുദ്ധ നിലപാടുണ്ട്. അത് ആ രൂപത്തിൽ ഉപയോഗിക്കാൻ അവരും അതിനെ ഉപയോഗിക്കുകയാണ്. ശത്രുവിന്റെ സ്വഭാവം മാറുന്നു. നിയമം ദുരുപയോഗം ചെയ്യപ്പെടുന്നതിൽ നിങ്ങളും അവരുമൊക്കെ ഒന്നിനൊന്ന് പുറകിലല്ലാതെയാണ് പ്രവർത്തിച്ചിട്ടുള്ളത്. BJP-ക്ക് കടുത്ത മുസ്ലിം വിരോധം ഉണ്ട് എന്നുള്ളത് അങ്ങനെ ഒരു വിലയിരുത്തലെടുത്തത് ഒരു കാര്യം ഞാൻ ചോദിക്കട്ടെ. ഈ പാനലിൽ പങ്കെടുക്കുന്ന ആരെങ്കിലും പത്രം വായിക്കുന്നുണ്ടെങ്കിൽ ശ്രീ വി മുരളീധരൻ അറിയാം. യുപിയിൽ മുസ്ലിങ്ങൾ BJP-ക്ക് വോട്ട് ചെയ്യണമെന്നില്ല. നിങ്ങളുടെ ഒരു നേതാവ് പറയുകയാണ്, രാജ്യസ്നേഹികളായ ഞങ്ങൾക്ക് രാജ്യസ്നേഹികളുടെ വോട്ട് മതി, UPയിൽ BJP-ക്ക് മുസ്ലിങ്ങൾ വോട്ട് ചെയ്യേണ്ട. ഭയങ്കര സൗഹൃദമല്ലേ നിങ്ങൾക്ക്? ജനാധിപത്യ പ്രക്രിയയിലെ പങ്കാളിത്തത്തെ പോലും ചോദ്യം ചെയ്യുന്ന നിങ്ങൾക്ക് ഭയങ്കര മുസ്ലിം സൗഹൃദമാണ്. ഈ നാട്ടിലെ എല്ലാ ക്രമസമാധാനത്തിനും കാരണമായിട്ടുള്ള പ്രസംഗങ്ങളാണ്. മാർക്സിസ്റ്റ് പാർട്ടിയുടെ നയം അതാണ് എന്ന് സംസാരിച്ചാൽ ആർക്കും പറയുന്നത് വ്യക്തമാകില്ല.